ചേച്ചി പോവാണേ. ഇനി എന്ന് വരൂടി? അടുത്ത മാസം വരാം. വരണേ. പിന്നെ വരാതിരിക്കുവോ? ടാറ്റ മണിക്കൂട്ട, ടാറ്റ പാർക്കുട്ടി, ടാറ്റ രമേശ്, ടാറ്റ മിന്നു, അഞ്ജലി, ടാറ്റ. അടുത്ത മാസം എന്തായാലും വരണേ. ആ വരാം. ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി. ഹോ, ഇപ്പൊ ആള് കണക്കെല്ലാം പോയല്ലോ. അവര് പോയതുകൊണ്ട് പിന്നെ അടുക്കളയിലെ ജോലി ചെയ്യട്ടെ. ഇന്നലെ വരെയാണെങ്കിലേ അഞ്ജലി ഉണ്ടായിരുന്നു എന്റെ അടുക്കള ജോലി ചെയ്യാൻ. ഇപ്പൊ ഞാൻ തന്നെ എന്തായാലും പോയി ചെയ്യട്ടെ. പക്ഷെ വിഷമം വരുന്ന അവര് പോയതുകൊണ്ട്. കറി വെക്കാൻ എന്തുണ്ട്? ചൂരമീൻ ഇരിപ്പുണ്ടല്ലോ. മീൻകറി ഉണ്ടാക്കാം. മക്കൾക്ക് വറുത്ത് കൊടുക്കാം മീൻ. മീൻ എടുത്തില്ല, അത് കറി വെക്കട്ടെ. പകുതി വറക്കാം, പകുതി കറി വെക്കാം. ആകെ 2 മീനേ ഉള്ളു. ഒരെണ്ണം നാളെ വെട്ടാം. പിന്നെ നാളെ തീരുമ്പോ വേറെ വാങ്ങിച്ചോണ്ട് വരാൻ പറയാം. കൈ മൊത്തം മരയിക്കുന്നേ. പെട്ടെന്ന് വെക്കട്ടെ അവിടെ. മീൻ കൊണ്ട് വെച്ച് കറി വെക്കട്ടെ. കറി വെക്കാൻ ഞാൻ അങ്ങോട്ട് പോവാതെ മീൻ വെട്ടട്ടെ. എന്തൊരു പാടാ. ഐസായിട്ട് ഇരിക്കുക. കുറച്ചേരം വെള്ളത്തിൽ ഇടണ്ടായിരുന്നു. അതെടുപ്പ് നോക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. മീൻ വെട്ടി കഴിഞ്ഞു. മീൻ ചട്ടി എവിടെയാണോ വെച്ചത്? അത് എടുത്തിട്ട് വട്ടെ. എങ്ങനെയാലും അങ്ങനെ തപ്പി കിട്ടി. മീൻകറിയും മീനും വറുത്ത് തരുന്നുണ്ട്. മീൻകറിയും മീൻ വറുത്തതും ആയി. ഇത് മക്കൾക്കും പ്രകാശേട്ടനും കൊണ്ടു കൊടുക്കട്ടെ. ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു. അയ്യോ, മുട്ട അടിച്ചു വാരില്ലല്ലോ. അത് അടിച്ചു വാരിട്ട് വരാം. അയ്യോ, ചൂല എവിടെയാണോ വെച്ചേൻ? കള്ളൻ ചൂല ഇവിടെ ഒളിച്ചിരിക്കുവല്ലേ. കിട്ടിയടാ. തൂക്കട്ടെ ഇവിടൊക്കെ. മുട്ടയൊക്കെ തൂന്ന് കഴിഞ്ഞു. ഇരുന്നിടത്ത് തന്നെ ഉണ്ട് വെക്കാം. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. മണിക്കൂട്ടിനും മില്ലിനും പാറുവിനും കണ്ട അവര് വീട്ടിൽ പോയി. അതിപ്പോ നിങ്ങൾ അറിഞ്ഞ സമയത്ത് പോയെ. അതുകൊണ്ട് നിങ്ങൾ കാണായിരുന്നു. അയ്യോ, ഒരു ടാറ്റ പോലും പറയാൻ പറ്റില്ലല്ലോ. എന്ത് മീനാക്ഷി എന്തി? അവള് നടക്കണമെന്ന് ഉറക്കുക. ശരി, എന്നിട്ട് വരുമ്പോ കളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ആരുമില്ലല്ലോ. അവളാണ് ഉറക്കുക. അച്ഛനെന്തി? അച്ഛൻ എന്നെ ചന്ത വരെ പോയി. അമ്മ ഞാൻ ചുമ്മാ നടന്നിട്ട് വരട്ടെ. നടന്നിട്ട് വന്നു. എന്തൊരു ഭംഗി എന്റെ വീട് കാണാൻ. എത്ര മഴ നടന്നു. വീട്ടിൽ കയറിപ്പോ. അയ്യോ, അവര് വന്നപ്പോ എന്റെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാനെന്തായാലും ഇപ്പൊ അവരുടെ വീട്ടിൽ പോവാ. അമ്മ 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 എന്തോ ഷോപ്പിംഗ് ആണല്ലോ. എന്താണ് കാര്യം പറ. അമ്മ, എന്റെ കൂട്ടുകാരി പൈങ്കിളിയുടെ വീട്ടിൽ പോക്കട്ടെ. പൊക്കോ. അതിനെന്തിനാ ഷോപ്പിംഗ് ചെയ്യുന്നത്? അല്ല അമ്മ, എന്നെ കഴിഞ്ഞ ആഴ്ച വിട്ടില്ലല്ലോ. അത് മോൾക്ക് പഠിക്കില്ലായിരുന്നു, അതുകൊണ്ടല്ലേ. അന്ന് ഞാൻ മീനാക്ഷി ഉണർത്തിയിട്ട് വരട്ടെ. നീ അതിനുമ്പ് ഇറങ്ങി വന്നോടി മീനാക്ഷി. എന്തിനു മുമ്പ് ഇറങ്ങി വന്നു? ഇത് നമുക്കാണെങ്കിലേ എന്റെ കൂട്ടുകാരി പൈങ്കിളിയുടെ വീട്ടിൽ പോവാ. ശരി, നമുക്കെന്നാ പോവാ. എന്നാ ഞങ്ങൾ രണ്ടുപേരും പോവാണേ. ടാറ്റാ. ടാറ്റ വെക്കണേ. അവളുടെ വീട് ഇങ്ങനെ എത്തി. എടിയേ പൈങ്കിളി. ആരും കാണുന്നില്ലല്ലോ. എടി, ഇങ്ങോട്ട് നോക്കടി പൈങ്കിളി. മീനാക്ഷി നിങ്ങളായിരുന്നു. ഒരാഴ്ചയായി. ഞങ്ങളെ അമ്മ വിട്ടില്ലടി. അതെന്താ? ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ട് വിട്ടില്ല. രണ്ടുപേരും ഇരിക്കാണേ. കഴിക്കാൻ എടുക്കട്ടെ? കഴിക്കാനൊന്നും വേണ്ട. നല്ല ചിക്കൻ ബിരിയാണിയാ. ചിക്കൻ ബിരിയാണിയാ. അന്ന് ഞാൻ തിന്നെ. നീ പൈങ്കിളി, എനിക്ക് ചിക്കൻ ബിരിയാണി വേണം. ചേച്ചി പറഞ്ഞില്ല, അത് ഞാനോട് പറയാം. ഒന്ന് എടി, എനിക്കൂടെ ചിക്കൻ ബിരിയാണി വേണം. ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരട്ടെ. അമ്മ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, രണ്ടുപേരും ഇവിടെ ഇരി. ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തോ കളിക്കും. ചേടാ, അത് ശരിയാണല്ലോ. എന്തോ കളിക്കും. നമുക്കിപ്പോ കഥ പറഞ്ഞാലോ? എനിക്ക് ഭയങ്കര ഇഷ്ട കഥ കേൾക്കുന്നത്. നമുക്ക് കഥ അറിയാം. ഇവിടെ ഇരുന്ന് കഥ അറിയാം നമുക്ക്. അല്ല, ആര് കഥ പറയും? നീ പറയാതാ. ഞാനോ കഥ പറയുന്നു? എനിക്കറിയ, ചേച്ചി തന്നെ പറഞ്ഞാൽ മതി. ഞാൻ തന്നെ അറിയാൻ കഥ. ഒരു ഗ്രാമത്തിലെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഗ്രാമം കാണാൻ സാധാരണ ഗ്രാമം പോലെ ഇരിക്കുമെങ്കിൽ ആ ഗ്രാമത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. ആ ഗ്രാമത്തിലാണെങ്കിൽ രാത്രി 7 മണിയാകുമ്പോ എന്താ പറ
ആൾക്കാരെല്ലാം ശ്വാസം വിടാതിരിക്കുന്നു. അത്ര പേടിച്ച് വരച്ചിരിക്കുന്നു. 7 മണിയാകുമ്പോ. അത് എത്ര മണി വരെയാണെന്നറിയാവോ? എത്ര മണി വരെയാ? അത് രാത്രി 9 മണി വരെയാ. അല്ല എന്താ സാധനമാ? ഞാൻ പറയാം. അതാണെങ്കിൽ മുഖത്ത് മൊത്തം ചോര ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രേതമാണ്. ഇത് കഥയല്ലേ, പേടിക്കണ്ട. ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ ഞാൻ കഥ പറയുന്നില്ലെന്ന്. ഞാനാണെങ്കിൽ കഥ പറയുന്നുണ്ട്, പേടിപ്പിക്കുന്ന കഥ അറിയത്തുള്ളൂ എനിക്കല്ല, എനിക്ക് വേറെ കഥ അറിയത്തില്ല. കഥ പറയടേ വീണേ, കേക്കാം ഞങ്ങള്. ആരെങ്കിലും മുറ്റത്ത് നിപ്പുണ്ടെങ്കിൽ ആ പ്രേതത്തിന്റെ കൂർത്ത പല്ല് വെച്ച് കുത്തി കേറി അതിനെ മാംസം എല്ലാം എടുത്ത് കടിച്ച് തിന്നു. എന്തുവാണെങ്കിൽ മാഷ് പേടിച്ചു പോയല്ലോ. എനിക്ക് കഥ കേട്ടിട്ട് പേടി വരുന്നടി. ഞാൻ മുമ്പേ പറഞ്ഞു എന്റെ കഥ കേട്ടപ്പോ നീ പേടിക്കുന്നു. ഞാൻ എന്തായാലും കഥ നടത്തി പോവാ. എടി ഇവിടെ പോലെടി കഥ പറയടി, ഞാൻ പേടിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. വേറെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് ആ പ്രേതമുള്ള ഗ്രാമത്തിലോട്ട് ഒരാൾ വന്ന് രാത്രി 7 മണി 8 മണി ആയപ്പോഴാണ് വന്നത്. ആ പ്രേതം നടക്കുവാണ് അവിടെയൊക്കെ. അപ്പോഴാണെങ്കിൽ അയാൾ എത്തിയത്. അപ്പൊ അയാൾ എത്തി അവിടെ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് ആരും അനക്കൊന്നുമില്ല കേട്ടോ. എല്ലാരും ലൈറ്റ് ഓഫ് ചെയ്ത് നിശബ്ദത ആയിട്ടിരിക്കുക. അയാളാണെങ്കിൽ ഒരു കച്ചവടക്കാരനാ, പാൽ കച്ചവടക്കാരനാ കേട്ടോ. അയാൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അയാളുടെ ഒരു സൈക്കിളാണ്. ആ സൈക്കിളിന്റെ കയറി ഓടിച്ചോണ്ട് പോയ ചുറ്റിന് നോക്കിയേ. ആ ഗ്രാമം മൊത്തം ചുറ്റി കറങ്ങുക. ഒറ്റ വീട്ടിൽ പോലും ലൈറ്റ് ഇല്ല. അങ്ങനെ ആ പ്രേതം അയാളെ കണ്ടു. അപ്പൊ ആ പ്രേതം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അയാളെ കടിച്ച് വലിച്ച് കീറി തിന്നു അയാളെ. നിന്നോട് ഞാൻ പറഞ്ഞ നിങ്ങളെ പേടിക്കരുതെന്ന്. ചേച്ചി നമുക്ക് വീട്ടിൽ പോവാ. ആ ശരി, നമുക്കൊന്ന് വീട്ടിൽ പോവാം. മീനാക്ഷി ഞങ്ങളൊന്ന് പോവാടേ. ആ ശരി, പിന്നെ വന്നേ. പിന്നെ വരാം. നീ രമേശനെ കണ്ടായിരുന്നോ? അവര് വീട്ടിൽ പോയി. അതപ്പോ അത് പ്രകാശായിട്ട് ചന്ത പോയപ്പോഴാണെങ്കിൽ അവര് പോയത്. അയ്യോ, അവരോട് ചാറ്റ് പറയാൻ പറ്റിയില്ലല്ലോ. അവര് അടുത്ത മാസം വരും. അവരുള്ളപ്പോ എന്ത് രസമായിരുന്നു. എടി മക്കളെന്തേടി? അവര് രണ്ടുപേരാണെങ്കിൽ അവരുടെ കൂട്ടുകാരി പൈങ്കിളിയുടെ വീട്ടിൽ പോയി. അവര് കുറെ നേരമായില്ല പോയിട്ട്. നമുക്കൊന്ന് പോയി നോക്കായിരുന്നേ. ആ ശരി, നമുക്കൊന്ന് പോയി നോക്കാം. അല്ലടി, ചിലപ്പോ അവരൊന്ന് കളിക്കുമായിരിക്കും അവിടെ ഇന്ന് ഇത്ര നേരം. ചിലപ്പോ അതായിരിക്കും. മക്കൾ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ പ്രകാശേട്ടാ, കുറെ നേരം കണ്ടു വരത്തുള്ളൂ. നമുക്കിനി എന്നാ പോയി നോക്കണ്ട. ഈ കറിയൊക്കെ നമുക്ക് വാങ്ങിക്കണ്ടേ? ചിക്കൻ വാങ്ങിച്ചത്. മക്കൾക്ക് ചിക്കൻ അല്ലേ ഇഷ്ടം. ഞാൻ വൈകിട്ട് പോയി വാങ്ങിച്ചോളാം. രണ്ടുപേരും എത്തിയോ? അച്ഛാ, അവരില്ലാത്തോണ്ട് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചിട്ട് ഞങ്ങള് പോയത്. പ്രകാശേട്ടാ, ഞാൻ അവരെ വിളിച്ചു നോക്കട്ടെ, അവരെവിടെയായിരുന്നേ. വിളിച്ചു നോക്ക്. ഹലോ, എന്താ ചേച്ചി, നിങ്ങൾ എവിടെയായി? ഞങ്ങളവിടെ കോഴിക്കോട് എത്താറായി. എന്താ കാര്യം വിളിച്ചേ? നിങ്ങൾ എവിടെയാന്ന് ചോദിക്കാൻ വിളിച്ചതാ. നിങ്ങൾ പോയപ്പോഴാണെങ്കിൽ വീട് മൊത്തം നിശബ്ദതയായി. നിങ്ങൾ അടുത്ത ആഴ്ച വരാമേ. അടുത്ത മാസം തന്നെ, ഇപ്പൊ അടുത്ത ആഴ്ചയൊക്കെ. അടുത്ത ആഴ്ച വരെ സന്തോഷം കൊണ്ട് വിളിച്ചു പോവേ. അവരാണെങ്കിൽ അടുത്ത ആഴ്ച വരുമെന്ന്. എന്നാ ശരി, വെക്കുവാണേ. ശരി ചേച്ചി. മക്കളെ നിങ്ങളല്ലേ പറഞ്ഞ വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുമായിരുന്നു അവര് പോയതുകൊണ്ട്. മക്കളെ അവർ അടുത്ത ആഴ്ച വരും കേട്ടോ. അമ്മ ഇപ്പോഴാണെങ്കിലേ വിളിച്ചു നോക്കിയായിരുന്നു, അപ്പൊ പറഞ്ഞു. മക്കളെ നമുക്ക് അങ്ങോട്ട് ഇന്ന് കറങ്ങാൻ പോയാലോ? നമുക്ക് അങ്ങോട്ടാ പോണ്ടേ? എനിക്കറിയത്തില്ല മക്കളെ, നിങ്ങൾ തീരുമാനിക്കും. നിങ്ങള് പറയുന്ന പോലെ ചെയ്യാം. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം, വാനില, പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, ഐസ്ക്രീം. വാങ്ങിച്ചല്ലോ. ഏടാ, ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണം. എന്തൊക്കെ ഫ്ലേവർ ഉണ്ട്? പിസ്തയുണ്ട്, വാനില ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ഇത്ര. എനിക്ക് വേണ്ട ഐസ്ക്രീം, പനി പിടിക്കും. പ്രകാശേട്ടന് വേണോ? എനിക്കും വേണ്ടി. എനിക്ക് ചോക്ലേറ്റ്. എനിക്ക് പിസ്ത. ഐസ്ക്രീം എത്രയായി? 80. 80 രൂപയോ? ഒരെണ്ണത്തിന് എത്ര രൂപയാ? ഒരെണ്ണത്തിന് 40. ഈ 20 രൂപ ഐസ്ക്രീമിന് 40 രൂപയാ? ആർക്ക് 40 രൂപ എഴുതത്തുള്ളൂ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കറക്റ്റ് പൈസ തരണം പറഞ്ഞു. മര്യാദക്ക് 80 രൂപ തന്നോളും. നീ ആരാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളെ തരും, പിന്നെ അല്ലാതെ ആരെയാ? വലിയ ആള് നിൽക്കുന്നു. ഒരു പരട്ട ഐസ്ക്രീം വണ്ടി കൊണ്ട് നടന്നിട്ട് കണ്ടത്തൊക്കെ വലിയ ജോലിയുള്ള ആളെ പോലെ നിൽക്കുന്നു കണ്ടിട്ട്. മര്യാദക്ക് പൈസ തരാൻ പറഞ്ഞ തരണം. തന്നില്ല എന്തിയോടാ? വെറുതെ അല്ലാതെ പിന്നെ 20 രൂപയുടെ ഐസ്ക്രീമിന് 40 രൂപ എന്ന് പറഞ്ഞതിന് ഇപ്പൊ 80 രൂപയായി. ഇയാള് കവറിന് ആൾക്കാരെല്ലാം ഇങ്ങനെ പറ്റിക്കാൻ തോന്നുന്നു. മര്യാദക്ക് പൈസ തന്നിട്ട് ഇവിടുന്ന് 4 എണ്ണം പോകത്തുള്ളൂ. നീ ആരടാ മുടിയൻ ചെക്കാ? എനിക്ക് പൈസ തരുന്ന 4 എണ്ണം ഇവിടുന്ന് പോകണ്ട. ഇവിടെ തന്നെ കിടക്കാം. അങ്ങോട്ട് കിടക്കാൻ പാവിരിച്ചതാ. ഇവിടെ തന്നെ ഇറന്നോളാം.
അമ്മ ഞാൻ മേടിച്ചു തരാം. താ വണ്ടി തരണ്ട ഷട്ടൊക്കെ അവളെ നിർത്തണ വണ്ടി. ഞാൻ പോവാണോ? 4 എണ്ണ ഇവിടുന്ന് പൈസ തരാതെ പോകുന്ന പ്രശ്നമില്ല. മര്യാദക്ക് എനിക്ക് പൈസ ഒന്നിട്ട് മര്യാദക്ക് നോക്കണം പറഞ്ഞേക്കാം. തന്നില്ല എന്ത് ചെയ്യണോ നീ? ഏണ്ട ഞാൻ കൈ ചുരുട്ടി വെച്ചേക്ക് ഒറ്റയിടി ഞാൻ തരില്ല. നീ ഇങ്ങോട്ട് വാഴ തന്നെ ഇരിക്കാൻ. നീ എന്താണ് കാണിക്കുന്നത്? അവിടെ നിക്കണോ? എന്റെ പൈസ തരാം. അവിടെ പോവാണോ? തന്നെ ഇപ്പൊ തന്നെ അങ്ങ് തരാം. അയാളെ പറ്റിക്കണമെന്ന് വിചാരിച്ചു. എന്റെ ഐസ്ക്രീം വെറുതെ പോയി. ഒരു ദിവസം ഞാൻ ഇവനെ പിടിച്ചോളാം. കള്ളൻ. ഒരു ഐസ്ക്രീമിന് 40 രൂപ. കൊച്ച ഐസ്ക്രീമിന് 80 രൂപ. അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും പോയി കളിക്കട്ടെ. പോയി കളിച്ചോ മക്കളെ. ചേച്ചി ഞാൻ ഇനിയും ചേച്ചി പറഞ്ഞു. ശരി പറ. നമുക്കത് തറയിലോട്ട് ഇരിക്കാം. പറ മീനാക്ഷി കഥ. ചേച്ചി പറഞ്ഞാലും ഞാൻ ഒരു പ്രേതകഥ പറയാവേ. പക്ഷെ പ്രേതമല്ല കേട്ടാ, മോൺസ്റ്റർ. ചേച്ചിക്ക് സൈറൻ ഹെഡിനെ അറിയാലോ? എനിക്ക് നെറ്റിന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ സൈറൻ ഹെഡിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരാളാണെങ്കിൽ ഒരു റോഡിൽ കൂടെ നടന്നു പോവായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. അപ്പോഴാണെങ്കിൽ ആരും കണ്ടില്ല നോക്കിട്ടെ. അപ്പൊ അയാളാണെങ്കിൽ പേടിച്ച് വിറച്ചു പോയി. ഈ ചേച്ചിക്ക് പേടിയൊന്നും വരുന്നില്ലേ? എനിക്ക് അങ്ങനെ പേടിയൊന്നും വരുത്തില്ലേ. ഇന്നലെ ഈ കഥ അറിയട്ടെ മീനാക്ഷി. അപ്പോഴാണ് ദേ പിന്നെ ആ സൗണ്ട് പിന്നെ കേട്ട അയാൾ ഭയങ്കര രീതിയിൽ പേടിച്ച്. അപ്പൊ അയാളാണെങ്കിൽ ഒരു കുഴിയുണ്ട്, ആ കുഴിക്കകത്ത് കയറി ഒളിച്ചിരുന്നേ. അപ്പോഴാണെങ്കിൽ ഒരു കുലുങ്ങുന്ന സൗണ്ട് കേട്ടിങ്ങനെ. അപ്പൊ അയാള് ശരിക്കും അങ്ങ് പേടിച്ച് വിറച്ചങ്ങ് മിണ്ടാതിരിക്കുക കേട്ടാ കുഴിക്കകത്ത്. അങ്ങനെ ആ രൂപത്തിന് അയാള് കണ്ട്. വലിയ കാലും ദേഹവും കൈയും വലിയ തലയില് സൈറന്റെ ഹെഡും ഉണ്ട് വലിയ. അങ്ങനെ അയാൾ പേടിച്ച് കുറച്ച് ശ്വാസം പോലും വിടാതെ മിണ്ടാതെ അനങ്ങി പതിയെ കുത്തിയിരിക്കുക കേട്ടാ. അയ്യോ ഇപ്പൊ പേടിയായിരുന്നേ. ഇപ്പൊ ചേച്ചിക്ക് പേടിയായോ? എടി കഥ പറ. അങ്ങനെ ആ സൈറൻ ഹെഡ് അയാളെ കണ്ട്. എന്നിട്ട് ആ സൈറന്റെ കുഴിക്കത്ത് വാരി എടുത്തിട്ട് അയാളെ കടിച്ചു തിന്നു. ചേച്ചി പേടിക്കല്ലേ. അങ്ങനെ ആ സൈറൻ ഹെഡ് നടന്ന് സിറ്റിയിലെത്തി. അപ്പോഴാണെങ്കിൽ കുറെ പോലീസുകാർ ഉണ്ടായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഹെലികോപ്റ്ററിനെ വിളിച്ച് അങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ ആൾക്കാരാണെങ്കിൽ പോലീസുകാരാണെങ്കിലേ അവരെ വലിയ തോക്ക് കൊണ്ട് വെടി വെക്കുവാണ്. എന്നിട്ട് ആരും പോറലായാലും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് പേടി വരുന്നേടി കേട്ടിട്ട്. മീനാക്ഷി കഥ മതിയടി. കഥ മതിയെന്ന് മതി. എടി മീനാക്ഷി നമുക്കാണ് ഇന്ന് നമ്മുടെ പൈങ്കിളിയുടെ വീട്ടിൽ പോയിക്കണം പറഞ്ഞാല് രാത്രി. അതെന്തോ രസമായിരിക്കും ചേച്ചി. നമുക്കൊന്ന് അമ്മയോട് ചോദിക്കാം. ഓടിപ്പോയി ചോദിച്ചിട്ട് വരാം. എന്താ മോളെ? അമ്മ 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 എന്തോ ഷോപ്പിംഗ് ആണല്ലോ. എന്താ കാര്യം പറ. അമ്മ ഇന്ന് ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി കിടന്ന് അറിയിക്കോട്ടെ പൈക്കിളിയുടെ. പൊക്കോ മക്കളെ. എപ്പോഴാ വന്നേ? നിങ്ങൾ ഇപ്പൊ പൊക്കോട്ടെ. പൊക്കോ. എടിയെ പൈക്കിളിയെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. നിങ്ങൾ പിന്നെ വന്നു. എടി ഞങ്ങൾ ഇന്ന് ഇവിടെ കിടന്ന് ഇറങ്ങുന്ന രാത്രി. എന്താ രസമായിരിക്കും. കഴിക്കാം. എടി നമുക്ക് കിടന്ന് ഇറങ്ങാടി. എന്താ കാര്യത്തില്ല ഉറക്കം വരുന്നില്ല. നമുക്കൊന്ന് എന്തേലൊക്കെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ, അതാകുമ്പോ ഉറക്കം വന്നോളൂ. എടി നീ വരുന്ന വഴിക്കേ ഒരു വെള്ള കാർ കണ്ടായിരുന്ന? ഞാൻ കണ്ടായിരുന്നു. അത് എന്റെ കാറാ. എടി നീ മുറ്റത്തിറങ്ങിയപ്പോഴ് ഒരു റെഡ് കളർ കാർ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടായിരുന്നു. അത് എന്റെ കാറാ. ഇത് എന്തൊരു കളിയാ? ഈ കളിയുടെ പേരൊന്നും അറിയത്തില്ല. ചുമ്മാ അങ്ങോട്ട് ഇട്ട് വളവള പറയുന്നത്. അപ്പൊ കളിയൊന്നും അല്ലല്ലേ, വളവളക്കളി എന്ത്? വളവളക്കളി തന്നെ. മക്കളെ നിങ്ങൾ അറിഞ്ഞില്ലേ? പറക്കം വരുന്നില്ലമ്മേ. ഞാൻ പോവാണ്. എടി പൈങ്കിളി മീനാക്ഷി അമ്മ എനിക്ക് വീട്ടിൽ ചെന്നപ്പോ കഥ പറഞ്ഞു തന്നു കേട്ടാ. ഞാൻ പേടിച്ചു പോയി. അന്ന് നിങ്ങൾ രണ്ടുപേരും കഥ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ മാത്രല്ല കഥ പറയാത്ത. അപ്പൊ ഞാനിവിടെ പറയാം. ഒരിടത്താണ് ഒരാളാണെങ്കിലേ രാത്രി വീട്ടിന്റെ പുറത്തിറങ്ങി. അപ്പോഴാണെങ്കിൽ മേളോട്ട് ചുമ്മാ നോക്കി. അപ്പോഴാണെങ്കിൽ ചന്ദ്രനെ കണ്ടേ. അപ്പൊ വെറും ചന്ദ്രനല്ല, അത് ഒരു ചുമന്ന കളർ ചന്ദ്രൻ. അപ്പൊ അയാൾ ഇത് കണ്ടിട്ട് ഭയന്നു പോയി അങ്ങ്. ഈ ചുമന്ന ചന്ദ്രൻ എന്താന്ന് അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ ചന്ദ്രന് 2 കണ്ണും ഒരു വായും പിന്നെ ദേഹത്ത് മൊത്തം കുഴികൾ ഇങ്ങനെ ഉണ്ടായതുപോലെ നിൽക്കുന്നു. അപ്പൊ അയാൾ ഇതുകൊണ്ട് ഭയന്ന് പേടിച്ച് വീടിന്റെ അകത്ത് കയറി. അപ്പോഴാണ് മേലിൽ നിന്ന് ഉലുക്കുകൾ വന്ന് വീഴുന്നത്.
ഭയത്തിലാണെങ്കിൽ ആ വീടിന് അണ്ടർഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അയാൾ അവിടെ കയറുന്നു. വീട് മൊത്തം തല്ലി തരിപ്പടമായി. അങ്ങനെ അയാൾ അണ്ടർഗ്രൗണ്ടിന്റെ അകത്ത് ഇരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ട് ഹൗസിന്റെ അകത്ത്. അതിൻ്റെ അകത്താണെങ്കിൽ ഒരു വർഷമൊക്കെ തിന്നാനുള്ള ഫുഡ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ രാവിലെയൊക്കെ ആയി സൂര്യൻ വന്ന് അയാളാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് തുറന്നു നോക്കിയപ്പോൾ അയാളുടെ വീട് മൊത്തം നശിച്ച് കിടക്കുന്നുണ്ട്. അയാൾ ഇതുകൊണ്ട് സങ്കടപ്പെട്ടു പോയി. ഇനി അയാൾ രാത്രി ആകുന്നതിന് മുമ്പേ അണ്ടർഗ്രൗണ്ട് ഒന്നുകൂടെ വലുതാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ അണ്ടർഗ്രൗണ്ടിന്റെ അകത്ത് വെച്ച് കേട്ടാ. അതിന്റെ ശേഷം രാത്രി ആയി കേട്ടാ. അപ്പൊ ചന്ദ്രൻ വരുന്നു. പക്ഷെ നോർമൽ ചന്ദ്രനാ കേട്ടാ. അപ്പൊ അയാൾ വിചാരിച്ചു ഇന്നലെ എങ്ങനെയായിരുന്നു വെച്ചാല് ഈ ചന്ദ്രൻ നോർമൽ ചന്ദ്രനാണ്, പക്ഷെ കളർ മാത്രം വ്യത്യാസമുള്ളെന്ന് മാത്രം. പിന്നെയായിരുന്നു കണ്ണും മൂക്കും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വെള്ളച്ചന്ദ്രൻ തന്നെ. അങ്ങനെ അയാൾക്കൊരു ശ്വാസം വീണി. ഈ ചന്ദ്രന് ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴൊരു ശ്വാസം വീണ്. അയാളുടെ വീട് തകർന്നില്ല, അതുകൊണ്ട് ഇയാൾ അണ്ടർഗ്രൗണ്ടിന്റെ അടിയിൽ കയറിയേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോ വേണ്ടേ സൂര്യന് രണ്ട് കണ്ണും ഒരു വായും പിന്നെ മൊത്തം കുഴികളായി കിടക്കുന്ന സൂര്യന്റെ ദേഹം മൊത്തം. അങ്ങനെ ഇത് കണ്ട് അയാളുടെ ഉള്ള ശ്വാസം പുറത്തിറങ്ങി പോയി. അങ്ങനെ ഒറ്റ വൈകിക്കാതെ പെട്ടെന്ന് ചാടി അണ്ടർഗ്രൗണ്ടിന്റെ അകത്ത് കയറി. മക്കളെ നിങ്ങൾക്ക് പാല് വേണം കുടിക്കാൻ? അമ്മ പിന്നെ മതി. ആ ശരി. കേറി കഴിഞ്ഞ അയാൾ പേടിച്ച് വിറച്ചിരിക്കുക. അയാൾക്ക് പിന്നെ കുറെ നേരം കൊണ്ട് വിശന്നാ തുടങ്ങി. അയാളാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിന്റെ അകത്തുള്ള ഫുഡൊക്കെ എടുത്ത് തിന്നുവാണ്. ആ സമയത്ത് ആ സൂര്യനാണെങ്കിൽ വലിയൊരു ഗോളം വിട്ട് ആ അണ്ടർഗ്രൗണ്ട് തകർന്നു. ഭാഗത്തുനിന്ന് അയാൾക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. അയാളാണെങ്കിൽ ചാടി ഓടിക്കൊണ്ടേ ഇരിക്കുക. അയാൾ അങ്ങനെ ഓടി ഒരു വലിയ കേവിന്റെ അടിയിൽ പോയി വീണ അയാളെ. ഇവർ രണ്ടുപേരും ഉറങ്ങിയാ? ഇനി അറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്തായാലും എനിക്ക് കേൾക്കാൻ വേണ്ടി പറയാം. അങ്ങനെ അയാൾ ആ കേവിന്റെ അകത്ത് വീണ. ഭാഗ്യത്തിന് അയാൾക്ക് ഒന്നും പറ്റില്ല. ചെറുതായിട്ട് കൈ വന്നു, ചെറുതായിട്ട് മുറിഞ്ഞതേ ഉള്ളൂ. അയാൾക്കൊരു കുഴപ്പമില്ല. അപ്പോഴാണെങ്കിൽ രാത്രി ആയത് കണ്ടു. അയാളാണെങ്കിൽ പതിയെ വലിഞ്ഞു കയറിയാട്ടോ. എന്നിട്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴേ ആ ചന്ദ്രൻ പഴയ ചന്ദ്രൻ തന്നെ. അപ്പോഴേ ഇയാൾക്കൊരു ശ്വാസം വീണത്. നാളെ ആ സൂര്യൻ ഇനി പഴയതുപോലെ തന്നെയാണോ അതോ ആ പ്രേതം പോലത്തെ സൂര്യനാണോ അറിയാതെ നിൽക്കുക. അടുക്കള പോയി പാല് കുടിച്ചിട്ട് വരട്ടെ. അമ്മേ പാല് താ. അല്ല വേണം മീനാക്ഷി എന്തി? അവരാണ് ഞാൻ കഥ പറയുന്നത് കേട്ട് അവര് കിടന്ന് ഉറങ്ങി. എന്നാ മോളെ പാല് കുടി. ഞാൻ പോവാണേ. ആ ശരി മോളെ. രണ്ടുപേരും പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. ഞാൻ ഇനിയും കിടന്ന് ഉറങ്ങട്ടെ. ആ എന്റെ കാല് താര ചവിട്ടി.